പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഗാസ മുനമ്പിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു സങ്കീർണമായ നയതന്ത്ര പോരാട്ടത്തിന്റെ പ്രതിഫലനമാണ്. ഒരു വശത്ത് ഹമാസ് ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സാഹചര്യം ഗാസയിലെ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ 22 മാസത്തിലേറെ തുടരുന്ന ഗാസയിലെ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി. ആശുപത്രികൾ, സ്കൂളുകൾ, വീടുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവനും നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ നീക്കം നടക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഹമാസ് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് തത്വത്തിൽ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹമാസ് മുൻപ് ഉയർത്തിയ ചില കടുത്ത ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയെന്നും വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈജിപ്ത്, ഖത്തർ എന്നിവർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തിന് യുഎസിന്റെ പിന്തുണയുമുണ്ട്. ഈ കരാറിലെ വ്യവസ്ഥകൾ ഹമാസിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം ഹമാസിനെ ഒരു ഒത്തുതീർപ്പിന് പ്രേരിപ്പിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തൽ വ്യവസ്ഥയുണ്ട്. ഇത് ഗാസയിലെ സാഹചര്യം ശാന്തമാക്കാൻ സഹായിക്കും. ഈ കാലയളവിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാനും നാശനഷ്ടങ്ങൾ വിലയിരുത്താനും സാധിക്കും. 2 ഘട്ടങ്ങളിലായി ബന്ദികളെ മോചിപ്പിക്കാനാണ് ധാരണയുള്ളത്. ആദ്യഘട്ടത്തിൽ 10 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കും. ഇതിനു പുറമെ തടവിൽ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇത് ബന്ദികളുടെ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം നൽകും, പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വിധി അറിയാൻ കാത്തിരിക്കുന്നവർക്ക്. ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു. ഇത് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുകയും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും സഹായിക്കും. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ സൂക്ഷിക്കാൻ സമ്മതിച്ചു.